Good morning to all. Last class we discussed about the topic meaning of cost of capital, classification of cost of capital, importance of cost of capital and factors determining cost of capital. Now we are going to discuss about the topic computation of cost of capital. Computation of cost of capital comprises computation of specific source of capital and computation of weighted average cost of capital. Then first one, computation of specific source of capital. It includes computation of cost of debt, cost of preference share capital, cost of equity capital and cost of retained earnings. That means to find out cost of each source of capital. Okay, ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നതാണ് ഇവിടെ എന്ത് സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ. Specific source of capital, first one, cost of debt capital. Debt capital comprises of debentures and long term debt. Cost of debt capital means the payment of interest on debentures or loan from financial institutions. ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം അല്ലേ, ഡെറ്റ് ക്യാപിറ്റൽ എന്തൊക്കെയാണ്? ഡിബഞ്ചേഴ്സും അതുപോലെ തന്നെ ലോങ് ടൈം ലോൺസാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇറഡീമബിൾ ഡെറ്റ് ആൻഡ് റെഡീമബിൾ ഡെറ്റ്. ഡിബഞ്ചേഴ്സ് ഇൻക്ലൂഡ്സ് ഇറഡീമബിൾ ഡെറ്റ് ആൻഡ് റെഡീമബിൾ ഡെറ്റ്. ഇറഡീമബിൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇറഡീമബിൾ ഡെറ്റ്. ഡെറ്റ് എന്ന് പറയുന്ന ഡെറ്റ് ക്യാപിറ്റലോ ഡിബഞ്ചേഴ്സ് നമ്മൾ പല ക്ലാസിഫിക്കേഷനുണ്ട്. അതിലൊരു ക്ലാസിഫിക്കേഷനാണ് ഇറഡീമബിൾ ഡെറ്റ് ആൻഡ് റെഡീമബിൾ ഡെറ്റ്. ഇറഡീമബിൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ഡെറ്റ് ഹാവ് നോ മച്യൂരിറ്റി പീരീഡ്. മച്യൂരിറ്റി പീരീഡ് ഒന്നും ഇല്ലാത്ത ഡെറ്റ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിന് പറയുന്നതാണ് ഇറഡീമബിൾ ഡെറ്റ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേം എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലവും ആ ഡിബഞ്ചേഴ്സ്, ആ ബിസിനസ് ഫേമിലുള്ള ഡിബഞ്ചേഴ്സ് ആ ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് ഡിബഞ്ചർ ഹോൾഡേഴ്സായിട്ട് തന്നെ നിലനിൽക്കും. എന്ന് വെച്ചാൽ അത് അവർ ഇടയ്ക്കൊന്നും മച്യൂർ ആവുകയല്ല. അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പണമൊന്നും കൊടുക്കുന്നില്ല. ബിസിനസ് ഫേം എത്ര കാലം നിലനിൽക്കുന്നോ അത്രയും കാലം ആ ഡിബഞ്ചേഴ്സും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിന് പറയുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെറ്റിന് പറയുന്നതാണ് ഇറഡീമബിൾ ഡെറ്റ് എന്ന് പറയുന്നത്. റെഡീമബിൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു മച്യൂരിറ്റി പീരീഡ് കാണും. ഒരു 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷം അല്ലെങ്കിൽ 20 വർഷം എന്ന് പറയുന്നൊരു മച്യൂരിറ്റി പീരീഡ് കാണും. ആ പീരീഡ് കഴിയുന്നതിന് ശേഷം എന്ന് വെച്ചാൽ 10 വർഷമാണെങ്കിൽ 10 വർഷത്തിന് ശേഷം ഈ ബിസിനസ് ഫേം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ പണം തിരിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സാണ് റെഡീമബിൾ ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുതരം ഡെറ്റാണുള്ളത്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആണുള്ളത്, ഈ റെഡീമബിൾ ഡെറ്റ് ആൻഡ് റെഡീമബിൾ ഡെറ്റ്. അപ്പോൾ നമുക്ക് ഡിബഞ്ചേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡെറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ നമ്മൾ ഈ ഇറഡീമബിൾ ഡെറ്റിൻ്റെയും റെഡീമബിൾ ഡെറ്റിൻ്റെയും വേറെ വേറെ ഇക്വേഷൻസ് ആണ്. അതിൽ ഇറഡീമബിൾ ഡെറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറഡീമബിൾ ഡെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ രണ്ട് തരം ഇക്വേഷൻ ഉണ്ട്. ബിഫോർ ടാക്സും ഉണ്ട്, ആഫ്റ്റർ ടാക്സും ഉണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ് നമ്മൾ സൂചിപ്പിക്കുന്ന KD എന്ന് പറയുന്ന പദം കൊണ്ടാണ്. KD കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ നമ്മൾ ബിഫോർ ടാക്സിൻ്റെ കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ I divided by NB into 100. I divided by NB into 100. I means interest, NB means net proceeds. അതാണ് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് KD ഈസ് ഈക്വൽ ടു I divided by NB into 100. ദെൻ ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റനിൽ ടാക്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. KD ഈസ് ഈക്വൽ ടു I divided by NB into 1 minus T into 100. I divided by NB into 1 minus T into 100. അതാണ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കുന്നത് രണ്ട് കേസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒന്ന് ഇറഡീമബിൾ ഡെറ്റിൻ്റെ കേസിലും ഒന്ന് റെഡീമബിൾ ഡെറ്റിൻ്റെ കേസിലും. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഇറഡീമബിൾ ഡെറ്റിൻ്റെ കേസാണ്. അത് നമ്മൾ രണ്ട് രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ഒന്ന് ബിഫോർ ടാക്സും ഒന്ന് ആഫ്റ്റർ ടാക്സുമാണ്. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിപ്പം പഠിച്ചു. ഇനി ഒരു ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റൻ ഇതാണ്. എ ലിമിറ്റഡ് ഇഷ്യൂസ് rupees 1 lakh 8% debentures at par.
The tax rate applicable to the company is 50%. Compute cost of debt to capital. ഇവിടെ പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി 1,00,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. 1,00,000 രൂപയുടെ 1,00,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. 8% ഇൻട്രസ്റ്റ്. 8% ഡിബഞ്ചേഴ്സ്. ആ ഡിബഞ്ചേഴ്സിൻ്റെ ടേമിന് മുന്നേ 8% സൂചിപ്പിക്കുന്നത് ആ ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ആണ്. അപ്പോൾ 8% ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സിന് 8% നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ദെൻ ടാക്സ് റേറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ടാക്സ് റേറ്റ് ഓഫ് ദ കമ്പനി 50% എന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, റെഡീം ചെയ്യുന്ന കാര്യമൊന്നും പറയുന്നില്ല അല്ലേ. റിഡംഷൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറഡീമബിൾ ഡെറ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇറഡീമബിൾ ഡെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇറഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടാക്സ് തന്നിട്ടുണ്ട്. ടാക്സ് 50% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാ വരുന്നത്? KD = 1 I ആണ്. I ഡിവൈഡഡ് ബൈ NB × 1 - T × 100 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യണം അല്ലേ. എന്നിട്ട് ഇനി നോക്കുക, ഇതിനകത്ത് I അല്ലേ, I എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? 1,00,000 രൂപയാണ് ഇവിടെ ഡിബഞ്ചർ. 1,00,000ൻ്റെ 8% എത്രയാണോ അതാണ് ഇൻട്രസ്റ്റ് വരുന്നത്. 1,00,000ൻ്റെ 8%. 1,00,000ൻ്റെ 8% എന്ന് പറയുന്നത് എത്ര വരും? 1,00,000ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 8,000 വരും അല്ലേ. 8,000 ഇൻട്രസ്റ്റ്. ദെൻ NB എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന്, കമ്പനിക്ക് കിട്ടുന്ന റവന്യൂ എത്രയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. റവന്യൂ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ആ ഡിബഞ്ചറിന്മേൽ കിട്ടുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെ കമ്പനി 1,00,000 രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അതും പാറിനാണ്. പാറിന് ഇഷ്യൂ ചെയ്യുമ്പോൾ 1,00,000 രൂപ തന്നെ കമ്പനിക്ക് കിട്ടും. അപ്പോൾ NB എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ കമ്പനി ഇവരുടെ ഷെയർ ഇഷ്യൂ കമ്പനി അവരുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പം കമ്പനിക്ക് ആ ഡിബഞ്ചറിന്മേൽ എത്ര പണമാണ് കിട്ടുന്നത്, അതാണ് NB എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ NB എന്ന് പറയുന്നത് എത്ര വരും? ഈ ക്വസ്റ്റ്യനിൽ 1,00,000 വരും അല്ലേ. 1,00,000 കാരണം 1,00,000 രൂപയുടെ ഡിബഞ്ചറാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. അത് പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. പാറെന്ന് പറയുമ്പോൾ 1,00,000 രൂപ തന്നെ കമ്പനിക്ക് കിട്ടും NB. അതുപോലെ തന്നെ T എന്ന് പറയുന്ന ടാക്സ് റേറ്റ് ആണ്, 50% ആണ്. ദെൻ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ KD = I ഡിവൈഡഡ് ബൈ NB × 1 - T × 100. ഇതാണ് ഇക്വേഷൻ അല്ലേ. നമ്മൾ ഇതിനകത്ത് ഓരോ ഐറ്റം നോക്കണം. ഫസ്റ്റ് ഐറ്റം I ആണ്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റിൻ്റെ കാര്യം ക്വസ്റ്റ്യനിൽ എത്രയാണ് പറയുന്നത്? 1,00,000 രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 8% അല്ല, ഡിബഞ്ചറിന് 8% ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 1,00,000ൻ്റെ 8%. അപ്പോൾ I എന്ന് പറയുന്നത് 1,00,000ൻ്റെ 8%. 1,00,000ൻ്റെ 8% എന്ന് പറയുന്നത് എത്ര വരും? 1,00,000ൻ്റെ 8% 8,000 റുപ്പീസ്. 8,000 ആണ്. ദെൻ അടുത്തത് NB നെറ്റ് പ്രൊസീഡ്സ്. NB എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പം ആ ഡിബഞ്ചറിന്മേൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് അല്ലേ. 1,00,000 രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. എ ലിമിറ്റഡ് കമ്പനി 1,00,000 രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പാറിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. മുഴുവൻ എമൗണ്ടും കമ്പനിക്ക് കിട്ടും. 1,00,000 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ 1,00,000 രൂപയും കമ്പനിക്ക് കിട്ടും. അപ്പോൾ ഇവിടെ NB എന്ന് പറഞ്ഞാൽ 1,00,000 ആണ്. ഇതിനടുത്ത് എന്താ? T അല്ലേ. അടുത്ത T ആണ്. T എത്ര? ടാക്സ് റേറ്റ് ക്വസ്റ്റ്യനിൽ എത്ര പറയുന്നത് നോക്കിയാൽ ടാക്സ് റേറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്ന ടാക്സ് റേറ്റ് 50% ആണ് അല്ലേ. 50% എന്ന് പറയുന്നത് 0.50 അല്ലേ. 0% നമ്മൾ മാറ്റുമ്പോൾ 0.5 വരും. നമ്മളിത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പം KD = I എന്ന് പറയുന്നത് 8,000 ആണ്. 8,000 ഡിവൈഡഡ് ബൈ NB എന്ന് പറയുന്നത് 1,00,000 ആണ്. 1,00,000 ഇൻറ്റു 1 - T എന്ന് പറയുന്നത് 0.50 ആണ്. 0.5 ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ 100. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4% ആണ്. 4%. മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയത്തില്ല അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4% ആണ്.
നമുക്ക് അടുത്ത പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വേറെ ക്വസ്റ്റ്യൻ ആണ് നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ബി ലിമിറ്റഡ് ഇഷ്യൂ ₹1 lakh 8% debentures at a premium of 10%. The tax rate applicable to the company is 60%. Compute cost of debt capital. കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് റെഡീം ചെയ്യുന്ന കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ഇറെഡീമബിൾ ഡെറ്റ് ആയിരിക്കും അല്ലേ, ഇറെഡീമബിൾ ഡെറ്റാണ്. അതുപോലെ തന്നെ ടാക്സ് റേറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ, ടാക്സ് റേറ്റ് 60% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതായിരിക്കും? ഇക്വേഷൻ ഇതാണ്. KD ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ NB ഇൻറ്റു 1 - T ഇൻറ്റു 100. ഈ ഇക്വേഷനാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ പറയുന്നത് ബി ലിമിറ്റഡ് ഇഷ്യൂ ₹1 lakh ആണ്, 1 ലക്ഷം രൂപയാണ് ഇഷ്യൂ ചെയ്യുന്നത്. 8% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ 8% ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത്. അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ടാക്സ് റേറ്റ് 60% പറയുന്നത്. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റലാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ എഴുതി. KD ഈസ് ഈക്വൽ ടു I ഡിവൈഡ് ബൈ NB ഇൻറ്റു 1 - T ഇൻറ്റു 100. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ഐറ്റം എത്രയൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ I ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു I എത്ര ഇവിടെ വരുന്നത്? 1 ലക്ഷം രൂപയാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ, 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിന് 8% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അല്ലേ. കമ്പനി 1 ലക്ഷം രൂപയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സിന്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 8% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര വരും? 1 ലക്ഷത്തിൻ്റെ 8% ഇൻട്രസ്റ്റ്. 1 ലക്ഷത്തിൻ്റെ 8% ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ 1 ലക്ഷത്തിന് 8% എത്ര വരും? 8,000. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? NB എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പം കമ്പനിക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്, ഈ ഡിബഞ്ചറിന്മേൽ കമ്പനിക്ക് കിട്ടുന്ന ഇൻകം എത്രയാണ് എന്ന് വെച്ചാൽ ഇൻഫ്ലോസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്ന കമ്പനി ഇഷ്യൂ ചെയ്യുന്ന, ബി ലിമിറ്റഡ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ്. ₹1 lakh അല്ലേ, 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ്. പിന്നെ പറയുന്നുണ്ട് അറ്റ് എ പ്രീമിയം ഓഫ് 10%. 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. 1 ലക്ഷം രൂപയാണ് അതിൻ്റെ പാർ വാല്യൂ. 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? 1 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ 1 ലക്ഷത്തിന് 10,000 കൂടെ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്നത് 1 ലക്ഷം പാർ വാല്യൂ ആയിരുന്നു. 1 ലക്ഷം പാർ വാല്യൂ ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പ്രീമിയം കൂടെ കൂട്ടിയാണ് കിട്ടുന്നത്. 10% പ്രീമിയം കൂടെ കൂട്ടിയാണ് കിട്ടുന്നത്. 10% പ്രീമിയം എന്ന് വെച്ചാൽ 1 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ 1 ലക്ഷത്തിൻ്റെ 10%. 1 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 ലക്ഷത്തിൻ്റെ 10% കൂടെ കൂട്ടുമ്പോൾ എത്രയാണോ അത് വരും അല്ലേ. അപ്പോൾ 1 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ 1 ലക്ഷത്തിൻ്റെ 10% കൂടെ കൂട്ടുമ്പോൾ 10,000 വരും. 1 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അപ്പോൾ എത്ര വരും? 1,10,000. 1,10,000. ഒക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പമുണ്ട്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ 1 ലക്ഷം പ്ലസ് 10% എന്ന് കൊടുത്താൽ നമുക്ക് 1,10,000 കിട്ടും. ഇങ്ങനെ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ തന്നെ 1 ലക്ഷം കൊടുക്കുക പ്ലസ് 10% കൊടുക്കുക, നമുക്ക് 1,10,000 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് ഈ കമ്പനി ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പം കമ്പനിക്ക് കിട്ടുന്ന, ഈ ഡിബഞ്ചറിന്മേൽ കിട്ടുന്നത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 1,10,000 ആണ്. അപ്പോൾ NB എന്ന് പറയുന്നത് 1,10,000. ഇനി എന്താ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടാക്സ് റേറ്റ് ആണ് അല്ലേ. ടാക്സ് റേറ്റിൻ്റെ കാര്യം ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ടു ദ കമ്പനി 60%. 60% ആണ്. അപ്പം T ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് നമ്മൾ മാറ്റണം. അപ്പം 0.60 വരും. 0.60. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഈ ഐറ്റംസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം എന്താ? KD ഈസ് ഈക്വൽ ടു I അല്ലേ. I നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 8,000. 8,000 ഡിവൈഡഡ് ബൈ NB നമ്മളിപ്പം കണ്ടുപിടിച്ചല്ലേ. NB എത്രയാ? NB എന്ന് പറഞ്ഞാൽ 1,10,000. 1,10,000 ഇൻറ്റു 1 - T എന്ന് പറയുന്നത് എത്രയാ? T എന്ന് പറയുന്നത് 0.6 ആണ്. 0.660 ഇൻറ്റു 100 നമ്മൾ ഈ ഇക്വേഷനിൽ ഈ എമൗണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ
2.91%, 2.91% എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സി ലിമിറ്റഡ് ഇഷ്യൂ ₹1,08,000 debentures at a discount of 5%. The tax rate is 50%. Compute cost of capital. Okay, cost of debt capital. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് സി ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യുന്നത് 1,00,000 രൂപയുടെ 8% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡിബെഞ്ചറാണ്. അത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, 5% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ടാക്സ് റേറ്റ് 50%. അപ്പോൾ നമ്മളിവിടെ ഇറഡീമബിൾ ഡെറ്റാണ്. ഇറഡീമബിൾ ആഫ്റ്റർ ടാക്സും പറഞ്ഞിട്ടുണ്ടല്ലേ, ടാക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ ഇതാണ്. കെ ഡി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ ബി ഇൻറ്റു 1 - T ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. നമുക്കിനി ഓരോ ഐറ്റം നോക്കാം. ഐ അല്ലേ, ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എത്ര വരും? ഇവിടെ സി ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യുന്ന 1,00,000 രൂപയുടെ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 8% റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത്. അപ്പോൾ 1,00,000ൻ്റെ 8% അല്ലേ, 1,00,000ൻ്റെ 8% എന്ന് പറയുന്നത് എത്ര വരും? 1,00,000ത്തിന് 8% എന്ന് പറയുന്ന 8,000. ദെൻ അടുത്തത് എൻ ബി, നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കണം. എൻ ബി നെറ്റ് പ്രൊസീഡ്സ് പറഞ്ഞാൽ ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്താൽ കമ്പനിക്ക് എത്രയോ കിട്ടുന്നത്? 1,00,000 രൂപയുടെ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് 5% ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ ഡിസ്കൗണ്ട് കുറച്ചിട്ടല്ലേ, എന്ന് വെച്ചാൽ പാർ വാല്യൂവിനേക്കാളും കുറഞ്ഞ എമൗണ്ടിലാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 5% കുറവുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എൻ ബി എന്ന് പറഞ്ഞാൽ 1,00,000ൻ്റെ 5% കൂടെ കുറച്ച് കാണിക്കും. 1,00,000ത്തിന് 5% എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് 5% പോയി ബാക്കി എമൗണ്ട് മാത്രമേ കമ്പനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എത്ര വരും? നമ്മളിത് കാൽക്കുലേറ്ററിൽ തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതി. 1,00,000 - 5% കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട 1,00,000 - 1,00,000ത്തിന് 5% എത്രയാണോ അത് നമ്മൾ മൈനസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 95,000 ആയിരിക്കും. 95,000. ഇനി എന്താ അടുത്തത്? ടി എന്ന് പറയുന്ന ടാക്സ് റേറ്റ് ആണ്. ടാക്സ് റേറ്റ് ക്വസ്റ്റ്യൻ എത്ര പറയുന്നത്? 50%, 0.50. ദെൻ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? കെ ഡി ഈസ് ഈക്വൽ ടു ഐ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് 8,000 ഡിവൈഡഡ് ബൈ എൻ ബി നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 95,000. 8,000 ഡിവൈഡ് ബൈ 95,000 ഇൻറ്റു 1 - T എന്ന് പറയുന്നത് എത്രയാണ്? 0.50 ഇൻറ്റു 100. 0.50 ഇൻറ്റു 100. അപ്പോൾ ഇത് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ദെൻ നമുക്കത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 4.21%. 4.21%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡീലിമിറ്റഡ് ഇഷ്യൂസ് ₹2,00,000 9% debentures at a premium of 10%. The flotation cost are 2%. The tax rate applicable is 60%. Compute cost of debt capital. ഇവിടെ പറയുന്നത് ഡീലിമിറ്റഡ് 2,00,000 രൂപയുടെ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 9% ഇനി ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ, 9% ഡിബെഞ്ചേഴ്സാണ്. അപ്പോൾ 9% ഇൻട്രസ്റ്റ് റേറ്റ്. എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നു? അറ്റ് എ പ്രീമിയം ഓഫ് 10%. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറഞ്ഞാൽ ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റാണ് 2% അല്ലേ. എന്ന് വെച്ചാൽ ബ്രോക്കറേജ് ഫീസോ അങ്ങനെ ലീഗൽ എക്സ്പെൻസസ് ഒക്കെ ആയിട്ട് വരുന്ന കോസ്റ്റാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസിന് പറയുന്നതാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് 2% ആണ്. പിന്നെ പറയുന്ന ടാക്സ് റേറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു 60%. ടാക്സ് റേറ്റ് 60% ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്ന കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഇതായിരുന്നു. കെ ഡി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ ബി ഇൻറ്റു 1 - T ഇൻറ്റു 100. ഇതായിരുന്നു ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്കിതിനകത്ത് ഓരോ ഐറ്റം നോക്കുക. ഐ അല്ലേ, ഫസ്റ്റ് ഐറ്റം ഐ.
ഐ എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ? ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എത്ര വരുന്നത്? 2 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ? പാർ വാല്യൂ 2 ലക്ഷമാണ്. 2 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 9% ആണ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് 9% ആണ്. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 9%, 2 ലക്ഷത്തിൻ്റെ 9% എന്ന് പറഞ്ഞാൽ എത്ര നോക്കുക? 2 ലക്ഷത്തിൻ്റെ 9% എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 ലക്ഷത്തിൻ്റെ 9% എന്ന് പറയുന്നത് 18,000 വരും. 18,000. അടുത്തത് NB നെറ്റ് പ്രൊസീഡ്സ് ആണ്. നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പാർ വാല്യൂ 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 10% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ 2 ലക്ഷത്തിൻ്റെ 10% കൂടെ കമ്പനിക്ക് കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നത് 2 ലക്ഷം പ്ലസ് 10% എന്ന് വെച്ചാൽ 2 ലക്ഷത്തിന് കൊടുത്ത് 2 ലക്ഷത്തിന് 10% കൂടെ കൂട്ടണം. അപ്പോൾ നമുക്ക് 2 ലക്ഷം പ്ലസ് 10% എന്ന് പറഞ്ഞാൽ എത്ര വരും? 2,20,000 വരും. 2,20,000 വരും. ഇനി നോക്കുക, ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ 2%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലേ? അപ്പോൾ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ടുള്ള എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 2%. അപ്പോൾ അത് കുറയ്ക്കണ്ടേ? എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാലുള്ള എമൗണ്ട് മാത്രമേ കമ്പനിക്ക് കിട്ടുകയുള്ളല്ലോ. അപ്പോൾ ഈ 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ബ്രോക്കറേജ് ഫീസ് അല്ലെങ്കിൽ എന്താ ഇത് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെയാണ് നമ്മൾ കുറച്ച് കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 2,20,000 നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി കുറയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ 2,20,000 നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അതിൽ നിന്ന് 2% കുറയ്ക്കണം. എന്ന് വെച്ചാൽ 2,20,000 നിന്ന് 2% കുറയ്ക്കണം. എന്ന് വെച്ചാൽ 2,20,000 നിന്ന് 2,20,000-ൻ്റെ 2% നമ്മൾ കുറച്ച് കാണിക്കണം. 2%. 2,20,000 നിന്ന് 2,20,000-ൻ്റെ 2%. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. 2,20,000 മൈനസ് 2% കണ്ടുപിടിച്ചാൽ മതി. നമ്മളത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ 2,15,600 കിട്ടും. 2,15,600. ഈ 2,20,000 നിന്ന് ഇതിൻ്റെ 2% എന്ന് പറയുന്നത് 44,000 വരും. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ 2,15,600 വരും. 2,15,600. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഐ എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18,000 ആണ് അല്ലേ? ഇത് നോക്കിയേ, 18,000 ഡിവൈഡഡ് ബൈ NB എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. നമ്മൾ കണ്ടുപിടിച്ച നെറ്റ് പ്രൊസീഡ്സ് 2,15,600 ആണ്. 2,15,600 ഇൻറ്റു 1 മൈനസ് ടി അല്ലേ? ടി നമ്മൾ കണ്ടുപിടിച്ച് ടി എത്രയാണ്? 60%. അപ്പോൾ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 0.60 ഇൻറ്റു 100 അല്ലേ? ഇതാണ് ഇക്വേഷൻ. 18,000 ഡിവൈഡ് ബൈ 2,15,600 ഇൻറ്റു 1 മൈനസ് 0.60 ഇൻറ്റു 100. നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.34%. 3.34% ആണ് ആൻസർ കിട്ടും. അപ്പോൾ ഈ 4 പ്രോബ്ലമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.